ഞങ്ങളിതാ പല ലിഫ്റ്റും കിട്ടും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അഫ്റ്റു ഇങ്ങനെ ഇതൊക്കെ പറയട്ടെ. ഞങ്ങൾ ലിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. ലിഫ്റ്റിന് കിട്ടുമോ എന്നുള്ള അറിയില്ല, പോയോക്കാം. അപ്പോൾ ഇതാണ് കാഠ്മണ്ഡുവിലേക്കുള്ള റൂട്ട് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം അല്ല ലിഫ്റ്റ് കിട്ടുമെന്നുള്ളത്. ഞങ്ങളിതാ അപ്പോൾ 2.5 കിലോമീറ്റർ നടന്നു. 2.5 കിലോമീറ്റർ നടന്ന് ഞങ്ങൾ ആകെ പോയിനി. അപ്പോൾ ഇനി ഒരു 1 കിലോമീറ്റർ കൂടെ ബാക്കിയുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക്. വളരെ വെയിലാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ ഓട്ടോയിൽ കയറിയതാണ്. ഒരാൾക്ക് 30 രൂപ വെച്ചിട്ട് രണ്ടാം കൂടെ 60 രൂപ. ഇന്ത്യൻ റുപ്പിയാണെങ്കിൽ 60 രൂപ, നേപ്പാളിയാണെങ്കിൽ 100 രൂപ. അപ്പോൾ ഞങ്ങളിതാ ഞങ്ങളെ വൻ ലഗേജൊക്കെ കൊണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ബസ് എടുക്കാൻ വേണ്ടി വന്നിരുന്നു ഇവിടെ. പക്ഷേ എങ്കിൽ ബസ്സിന് ഒരാൾക്ക് ഏകദേശം നോൺ എ സിക്ക് 900ഉം എ സിക്ക് 1000ഉം ആണ്. അപ്പോൾ അപ്പോൾ ഞങ്ങൾ ബസ്സിൽ പോയപ്പോൾ നടപടിയാവും തോന്നില്ല. അപ്പം മെല്ലെ ലിഫ്റ്റ് അടിക്കാനുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടോ നോക്കാൻ പോവാണ്. നമ്മൾ നേപ്പാളിൽ വന്നിട്ട് ബസ് കയറിയില്ല എന്ന് വേണ്ട, ഞങ്ങളിവിടെ ബസ് കയറിയിട്ടുണ്ട്. ബസ് ഇതാ അഫ്നോ അവിടെ അഫ്നോടെ സെറ്റ് കുട്ടി ഒന്ന് കയറി. അപ്പോൾ ഇവിടെ അടുത്ത് ബൈപ്പാസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ബൈപ്പാസിൽ പോയി കഴിഞ്ഞാൽ കാഠ്മണ്ഡുവിലേക്ക് ലിഫ്റ്റ് കിട്ടുമെന്നാണ് ഇവിടുത്തെ നേപ്പാളി പറഞ്ഞത്. അപ്പോൾ അത് പ്രകാരം ഞങ്ങൾ ആ ബൈപ്പാസിലേക്ക് പോവാണ്. അതിൻ്റെ പേര് കറക്റ്റ് ഓർക്കുന്നില്ല. അപ്പോൾ അവിടെ എത്തിയിട്ട് നോക്കാം. ഓക്കെ സെറ്റ്. ഞങ്ങളെ ലഗേജൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾക്ക് കാഠ്മണ്ഡുവിലേക്കുള്ള ഫസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഇത് മൊത്തമായിട്ട് കാഠ്മണ്ഡുവിലേക്ക് പോവില്ല, കുറച്ച് ദൂരേ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ കണ്ട് വണ്ടി വിട്ട് നോക്കണം. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് അല്ലേ ലിഫ്റ്റാണ്. ഹിപ്പ് ഷേക്കിംഗ് ആണ് ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കാം എന്താണെന്ന് അറിയില്ല. അത്യാവശ്യം നല്ല ഡ്രൈ ആണ് കേട്ടോ. നമ്മുടെ മച്ചാന് ഞങ്ങൾക്ക് ലിഫ്റ്റ് വന്ന് बच्चा हाय बोलो। नाम क्या है? मेरा नाम राजेश सुनार है। राजेश राजेश। हाँ लोडिंग है अभी आलू लोडिंग है। आलू उരുളക്കിഴങ്ങ് ऊपर लोडिंग ആണ്. ഉരുളക്കിഴങ്ങിന്റെ ലോഡിംഗ്, ആലു ലോഡിംഗ് ആണ്. किधर है लोडिंग? किधर के लिए? ഏതോ ഒരു സ്ഥലം പറഞ്ഞു അങ്ങോട്ടേക്കുള്ള ലോഡിംഗ് ആണ്. അപ്പോൾ കാഠ്മണ്ഡു വരെ ഉണ്ടാവില്ല, എന്തായാലും പോകുന്ന അത്രയും ദൂരം മുമ്പ് നമ്മൾക്ക് ലിഫ്റ്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൊയങ്ങിയോ? അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഞങ്ങൾ പോയോക്കട്ടെ, എന്താണെന്ന് അറിയില്ല. എന്തായാലും ഫസ്റ്റ് ലിഫ്റ്റിന് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങളെ സാമാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സാധനം കൂടുതലുള്ളതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും പോയോക്കട്ടെ. ഇനി അങ്ങോട്ടേക്കുള്ള റോഡ് കുറച്ച് കഷ്ടപ്പാടാണ്. അലമ്പ് റോഡ് എന്നാണ് റോഡ്. ഏത് റോഡ്? കുറച്ച് റോഡാണ്, ഫുൾ പൊടിയാണ്. ഈ പയ്യ ഉമ്മക്ക് ഒരു ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. പിന്നെ ഉമ്മര വീട്ടിൽ അമ്മയുണ്ട്, ഒരു ചെറിയ സിസ്റ്ററുണ്ട്, ഏട്ടനുണ്ട്. അങ്ങനെയൊക്കെയാണ് മൂപ്പര കഥ. മൂപ്പര് വലിയ കുഴപ്പമില്ല, അടിപൊളി ആളാണ്. അപ്പോൾ ഞങ്ങൾ മൂപ്പര കൂടെ ഇങ്ങനെ കുറച്ച് ദൂരം പോവാണ്. ഏകദേശം 1 മണിക്കൂറായിട്ട് നമ്മൾ ഈ ഇടക്കിളരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മച്ചാൻ നല്ല കമ്പനിയാണ് കേട്ടോ. കുറേ നേരം നമ്മൾ സംസാരിച്ച് ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞാൽ മച്ചാന് യൂറോപ്പ് പോകുന്നതാണ്. യൂറോപ്പ് പോയിട്ട് പിന്നെ അവിടെ സെറ്റിൽ ആവാനുള്ള പരിപാടിയാണ്, അവിടെ വർക്ക് ചെയ്യുന്ന പരിപാടിയാണെന്നൊക്കെ പറഞ്ഞു. ഇവിടെ ചെക്കിംഗ് പോയിന്റ്സ് വളരെ കൂടുതലാണ്. ഇപ്പം ഈ റോഡിൽ പോകുന്ന സമയത്ത് ഒരുപാട് ചെക്കിംഗ് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പൈസ കൊടുത്തും നിർത്തിയിട്ടും കുറച്ച് കഷ്ടപ്പാടാണ് മൂപ്പര് പറഞ്ഞത്. എന്തായാലും മൂപ്പര് അടിപൊളിയാണ്. നമുക്ക് കുറേ ദൂരം പോകാനുണ്ട്. 3 പോവാ. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി അടുത്ത ട്രിപ്പ് പിടിക്കാം.
ഏകദേശം 215-220 കിലോമീറ്റർ പോകാനുണ്ട്. അതിൻ്റെ കൂടെ ഇത്ര ടാസ്ക് റോഡ് കൂടെ ആകുമ്പോഴേ എന്തായാലും ഞങ്ങളിപ്പം 5 പൈസയ്ക്ക് ഫുഡില്ലാതെ ഞങ്ങളിതാ ലിഫ്റ്റ് അടിച്ചാണ് പോണത്. പിന്നെ നല്ലൊരു അടിപൊളി മച്ചാനെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളില്ല. എന്തായാലും വലിയ സമയം എടുക്കും കേട്ടോ എത്താൻ. ഇന്ന് എന്തായാലും കാഠ്മണ്ഡു എത്തലുണ്ടാവില്ല. ഏകദേശം 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഇപ്പൊ നമ്മളിതാ നല്ലൊരു റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. 2 മണിക്കൂറായിട്ട് നമ്മളൊരു വൃത്തികെട്ട പൊടിയും എന്താ പറയാ മൊത്തം അലപ്പായ റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഏകദേശം നല്ല റോഡിലേക്ക് ഞാനും അപ്പും അവിടെ ഉണ്ട്. അപ്പും കുറച്ച് ടയേർഡാണ്. പയ്യതാ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് അതെ വണ്ടി ഓടിക്കുന്നുണ്ട്. വേറെ കുറെ നല്ല റോഡായിട്ട് കേട്ടോ. നോക്കാം എന്താ അവസ്ഥ നല്ലത്. നമ്മുടെ നാട്ടിൽ ആധാർ കാർഡ് എന്ന് പറയുന്ന പോലെ ഇവരെ പിന്നെ പറയുന്ന ID കാർഡാണ് ഇത്. ഞങ്ങൾ ഇന്നലെ ഈ ഹോട്ടലിൻ്റെ സൈഡിലായിട്ടാണ് ഞങ്ങൾ ടെൻ്റ് അടിച്ചത്. ഇവിടെയാണ് ടെൻ്റ് അടിച്ചത്. അപ്പം ഈ ഹോട്ടലിലെ ദീദി ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. നമുക്ക് ദീദിനൊന്ന് കാണാം. ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നത് ഈ ഹോട്ടലിൽ ഉള്ളത് ഇതാണ് ദീദി. ഇതാവും ഇതാണ് നമ്മുടെ ദീദി. ഇതാണ് ദീദി. ദീദിൻ്റെ ഹോട്ടലിൻ്റെ സൈഡിൽ നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു തന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. വെള്ളം തന്നു, പാനി അല്ലേ വെള്ളം തന്നു. രാത്രി ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. പിന്നെ ഗ്യാസ് തന്നു. ദീദി കുച്ച് പോരോ ഞാൻ ഓക്കെ. ഈ ഹോട്ടൽ നടത്തുന്ന ആളാണ്. അടിപൊളിയാണ്. അപ്പം ഞാനും അഫ്ന പറഞ്ഞിട്ട് അപ്പോൾ ഇവർ ഒരുപാട് ഹെൽപ്പിംഗ് ആയിരുന്നു. അപ്പോൾ ഇനി ഇവിടെ വരികയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ഇവിടെ ദീദിൻ്റെ അടുത്തേക്ക് വരിക. ठीक है कुछ बोलो. हमारा टेंट क्या है? ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇവർ രണ്ടാളുമാണ് ഹോട്ടൽ നടത്തുന്നത്. ഇത് ദീദിൻ്റെ ഹസ്ബൻഡാണ്. ഇവർ രണ്ടാളും കൂടിയാണ് ഹോട്ടൽ നടത്തുന്നത്. ഇവിടുത്തെ ദീദിയാണ്. അപ്പോൾ നമുക്ക് ഇന്നലെ ടെൻ്റ് അടിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത് ഇവരാണ്. ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. ഹോട്ടൽ നിങ്ങൾ ഈ വഴി വരുന്നുണ്ടെങ്കിൽ ഈ ഹോട്ടലിൽ വരിക. കുछ बोलो यहाँ कहिले आउनुभयो भने यहाँ आएर बस्न सकिन्छ, घुम्न सकिन्छ. चितवनमा घुम्ने सौरा नेसनल पार्क छ, काली मन्दिर ഇവര് നേപ്പാളിയാണ് പറയുന്നത്. വരികയാണെങ്കിൽ റൂം എടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. റൂമുണ്ട്, ഫുഡ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. AC और नॉन AC? AC और नॉन AC ഉണ്ട്. सेमिनार हॉल सब कुछ है हमारे पास. ठीक है. എല്ലാം ഇവരെ കയ്യിലുണ്ട്. നേപ്പാളി മലയാളി സമയത്തിന് നേപ്പാളി ഭാഷ എന്തായി. അപ്പോൾ ഇവരുടെ കയ്യിൽ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഈ വഴി കൂടി ആരെയും വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും വല്ല റൂമിൽ നിൽക്കുക. അല്ലെങ്കിൽ ഇവിടെ AC നോൺ AC റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പോലോ नाम होटल का? आपका नाम? मेरा नाम रामचंद्र थापा. समृद्ध थापा. होटल മനാസിലു. അപ്പൊ എന്തായാലും ഒരു അടിപൊളി ഒരു അനുഭവമായിരുന്നു ഇവരൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഓക്കെ ബൈ. താങ്ക് യു दीदी. हम चलेगा अभी चलेगा काठमांडू. टाटा.